നമസ്കാരം. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് നാഷണൽ ഹൈവേ 66-ൻ്റെ കണ്ണൂർ ജില്ലയുടെ ഭാഗമായ പാപ്പനശ്ശേരി മുതൽ കുറ്റിക്കോൽ വരെയുള്ള ഹൈവേയുടെ നിർമ്മാണ പുരോഗതി എങ്ങനെയുണ്ടെന്ന്. പാപ്പനശ്ശേരി പണിക്കാരൊന്നും കാണുന്നില്ല, കാര്യമായ പുരോഗതിയൊന്നും ഇല്ല. ഇവിടെ അങ്ങനെ കിടക്കുകയാണ് കുറേ കാലമായിട്ട്. പാപ്പനശ്ശേരി ഭാഗത്തൊക്കെ സർവീസ് റോഡ് നല്ല വീതിയുണ്ട്, രണ്ട് വണ്ടിക്ക് പോകാൻ മാത്രം വീതിയിലാണ് സർവീസ് റോഡ്. തകരാറൊന്നുമില്ലാതെ കിടക്കുന്നു. കീച്ചേരി കീച്ചേരിക്കും കല്യാശ്ശേരിക്കും ഇടയിലുള്ള വയലാണിത്. ഇവിടെ പഴയ റോഡിൽ നിന്നും മാറി പുതിയ അലൈൻമെൻറ്റിലാണ് റോഡ് കല്യാശ്ശേരി വരെ പോകുന്നത്. ഇവിടെ സൈഡിലൊക്കെ റോഡ് സൈഡിൽ പാടത്തു നിന്നും സൈഡിരിക്കാനൊക്കെ ആയിട്ട്. ഇടത് വശത്ത് ചേർന്ന് വണ്ടി ഓടിക്കാന്നുള്ള പരിപാടി. അപ്പോൾ ഇത് കല്യാശ്ശേരി എത്തി. കല്യാശ്ശേരി പണ്ടിവിടെയൊക്കെ വലിയ അപകടം നടക്കുന്ന വളവുകളായിരുന്നു, വളവൊക്കെ മാറി. ഈ കാണുന്നത് കല്യാശ്ശേരി കോഓപ്പറേറ്റീവ് ബാങ്കാണ്. എന്താണ് ഈ ബാങ്ക്? കേരള ബാങ്കിൽ ചേർന്നില്ലാവും. കല്യാശ്ശേരി ഇവിടെ ഇത് വരുന്നില്ല, ടോൾ വരുന്നത് ടോൾ പ്ലാസ. ടോൾ പ്ലാസയുടെ പണി തുടങ്ങിയിരിക്കുന്നു. സർവീസിന് റോഡിന് കുറച്ചും കൂടെ വീതിയുണ്ട്, രണ്ട് വണ്ടിക്ക് പോകാനുള്ള വീതിയുണ്ട്. അത്യാവശ്യം വാട്ടർ ഡ്രെയിനേജ് അതിൽ കൂടെ വണ്ടി കുഴപ്പമുണ്ടാകാത്ത വിധത്തിലുള്ള. പക്ഷെ അവിടുന്ന് അങ്ങോട്ട് തലശ്ശേരി മാഹിന്ന് അങ്ങോട്ടുള്ള കോഴിക്കോട് ഭാഗത്തേക്കുള്ള സർവീസ് ഇവിടെ വളരെ ചെറുതാണ്. ഞാൻ വണ്ടി ഡ്രൈവ് ചെയ്ത് അങ്ങനെ ഒത്തിരി നാളായി. നമുക്ക് എപ്പോഴും ട്രാവൽ ട്രെയിൻ. പക്ഷേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ എറണാകുളത്ത് പോയിരുന്നു. ഞാൻ പിന്നെ അവിടെ നിന്ന് കോട്ടയം മണിമലയും ഒക്കെ പോയല്ലോ ബസ്സിന്. യാതൊരു ടെൻഷനും ഇല്ല. എറണാകുളത്ത് നിന്ന് കോട്ടയം വരെ 100 രൂപ. അത് മറ്റേ സ്വിഫ്റ്റിൻ്റെ ലോ ഫ്ലോർ ഉണ്ടല്ലോ, 103 രൂപ. മാങ്ങാട് കണ്ണൂർ യൂണിവേഴ്സിറ്റി. മാങ്ങാടെത്തിയിരിക്കുക. അവിടെ നിന്നും വലതോട്ട് തിരിഞ്ഞ് അടിയിൽ കൂടെയാണ് പറശ്ശിനിക്കട പോകേണ്ടവരൊക്കെ പോകേണ്ടത്. AR ക്യാമ്പ് അല്ലേ, പോലീസ് ക്യാമ്പ്. ബക്കളം തനക്ക് കുറ്റിക്കോൽ. മുന്നിൽ കാണുന്നതാണ് പാർത്താസ് കൺവെൻഷൻ സെൻറ്റർ. മുൻപ് എന്തൊക്കെയോ വിവാദങ്ങളുണ്ടായിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ഇതിൻ്റെ ഓപ്പൺ ചെയ്യാനുള്ള പെർമിഷൻ കിട്ടാതെ അതിൻ്റെ ഉടമസ്ഥൻ ആത്മഹത്യ ചെയ്യുകയൊക്കെ ചെയ്ത ഒരു
സംഭവമുണ്ടായി. അങ്ങനെ പാപ്പറശ്ശേരി കുറ്റിക്കോൽ റീച്ചിൻ്റെ അവസാന ഭാഗമായ കുറ്റിക്കോൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് തളിപ്പറമ്പ് ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വീഡിയോ അവസാനിക്കുകയാണ്. ഓഫായി കഴിഞ്ഞിട്ട് ഗ്ലാസ് അകത്ത് ചെയ്യുമ്പോഴായിരിക്കും